ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇറാനി പോളൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. ഞാൻ ഇതൊരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ പൊരിച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുത്തത്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചെറിയതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തന്നെ നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സവാള നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെയാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല സെറ്റായി വന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. എന്നിട്ട് അതങ്ങനെ ബീറ്റായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയായിട്ട് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പസൈഡ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് അപ്പസൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.